ഗുരുവു ആത്മോപദേശ ശതകം ശ്ലോകം 41 മുതൽ 50 വരെ. ഇതു കുടമെന്നതിലാദ്യമാം ഇതെന്നുള്ളതു വിഷമാകുടമോ വിശേഷമാകും മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാവതിനിതു താൻ കരുവെന്നു കണ്ടിടേണം. ഇതമറിവെന്നതിലാദ്യമാം ഇതെന്നുള്ളതു സമതന്റെ വിശേഷമാണു ബോധം. മതിമുതലായവയൊക്കെ മാറിമേൽ സദ്ഗതി വരുവാനിതിനെ ഭജിച്ചിടേണം. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലുമഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പല മതസാരവും ഏകമെന്നു പാരാതെ ഉലകിലൊരാനയിലന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം. ഒരു മതം അന്യനു നിന്ദ്യം ഒന്നിലോതും കരുവപരന്റെ കണക്കിനൂനമാകും. ധരയിലിതിന്റെ രഹസ്യമൊന്നു താനെന്ന് അറിവളവും ഭ്രമം എന്നറിഞ്ഞിടേണം. പൊരുതു ജയിപ്പതസാധ്യമൊന്നിനോടൊന്നു ഒരു മതവും പൊരുതാലൊടുങ്ങുവീല. പരമതവാദി തോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരും ഇതുവാദികളാരും ഓർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിന്റെ രഹസ്യമിങ്ങശേഷം. തനുവിലമർന്ന ശരീരി തന്റെ സത്താതനുവിലതെന്റെതിതെന്റെതെന്നു സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിലിം മതമേകമെന്നു ചിന്തിച്ച് അകമണയാതകതാരമർത്തിടേണം. നിലമൊടു നീരതുപോലെ കാറ്റു തീയും വെളിയും അഹം കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയും എന്നു വേണ്ട എല്ലാ ഉലകും ഉയർന്നറിവായി മാറിടുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.